ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബെൻസി. നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ്. ഞാൻ അടുപ്പിച്ച് കുറച്ച് കുക്കിങ്സ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇവിടുത്തെ സുന്ദരിമാരൊക്കെ പറഞ്ഞു തുടങ്ങി, ചേച്ചിയെ ഇനിയൊരു ബ്യൂട്ടി ടിപ്പ് തായോ. എനിക്കറിയാൻ മേല ഈ കൊച്ചുങ്ങളൊക്കെ സൗന്ദര്യം കൂട്ടി ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമെന്നാണ് എൻ്റെ പേടി. പലരും കമൻ്റ് ഇട്ടു. അവരൊക്കെ വീട്ടിൽ എൻ്റെ കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് അത് കഴിച്ചവർ അവരോട് പലരും ചോദിച്ചു, ഇതെങ്ങനെ പഠിച്ചു, എവിടുന്ന് ഈ റെസിപ്പി കിട്ടിയെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഇത് യൂട്യൂബിലെ ഹെൽപ്പ് മീ ലോഡ് ചാനലിൽ നിന്ന് കിട്ടിയതാ. ചിലരൊക്കെ ചാനലും കാണിച്ചു കൊടുത്തു. അതുപോലെ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സൗന്ദര്യം കൊണ്ട് ആരെങ്കിലും നിങ്ങളെ തട്ടിക്കൊണ്ടുപോയാൽ സൗന്ദര്യം കൂടാൻ കാരണം ഹെൽപ്പ് മീ ലോഡ് ചെയ്യാനല്ലേ ചേച്ചിയാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. വീട്ടുകാരെല്ലാം കൂടി എന്നെ ഇവിടെ വന്ന് തല്ലിക്കൊല്ലും. അപ്പോൾ ഇന്നത്തെ വിഷയം വളരെ പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് എന്ത് പേരിടണം എന്നെനിക്കറിയില്ല. ഇതിൽ പലതും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഇതിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പൊതുവായ വിഷയങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ ആഡ് ചെയ്ത് പിന്നെ കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. സൗന്ദര്യം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് മുഖസൗന്ദര്യത്തിൽ മാത്രമല്ല, ഫുൾ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. മുടി മുതൽ പാദം വരെ ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് സൗന്ദര്യവും കൂടും, സ്കിന്നും നല്ല കളറാവും, അതുപോലെ മുടിയുടെ പ്രശ്നമുണ്ടെങ്കിൽ അതും മാറും, മുഖം ഗ്ലോ ആകണേൽ അതും സാധിക്കും. ടോട്ടലി ഫുൾ ബോഡി ചേഞ്ച് ആകാനുള്ള കാര്യങ്ങൾ, അതിനു പുറമെ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഇത് തയ്യാറാക്കാൻ പ്രത്യേക കാരണം, ഈ അടുത്ത ദിവസങ്ങളിലായി കുറേ പെൺകുട്ടികൾ അവരുടെ വിവാഹമാണ്, അതിനുവേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോ തയ്യാറാക്കണം, ഞങ്ങൾ എങ്ങനെയാണ് അതിനുവേണ്ടി പ്രിപ്പയർ ആവേണ്ടത് എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വന്നിരുന്നു. വിവാഹ സമയമാകുമ്പോൾ ആകെ ടെൻഷനാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ അല്പം സൗന്ദര്യം കൂടും, കളർ കൂടും എന്നൊക്കെയുള്ള ചിന്തയാണ്. അതിനുവേണ്ടി എന്തൊക്കെ പരസ്യത്തിൽ കണ്ടോ അതെല്ലാം വാങ്ങിക്കൂട്ടുകയും ചെയ്യും. ഗുണമുണ്ടോ അതുമില്ല. അതെല്ലാം ഗുണം കിട്ടിയാൽ തന്നെ എന്നാ പ്രോഡക്റ്റ് നിർത്തുന്നോ അത് കഴിയുമ്പോൾ പഴയതിലും കൂടുതലായി ശരീരവും മുഖമൊക്കെ മോശമാകും. അപ്പോൾ ഈ വീഡിയോ സ്പെഷ്യലായി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ മെയിൽസ് ആൻഡ് ഫീമെയിൽ വ്യൂവേഴ്സിന് വേണ്ടിയാണ് എന്ന് കരുതി മറ്റുള്ളവർ പിണങ്ങണ്ട. നിങ്ങൾ ചെയ്യണ്ട എന്നല്ല, എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാം. എങ്കിലും വിവാഹം കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അതായത് നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒരു മുൻഗണന, അത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിന് അകത്ത് ആഹാരം വേണ്ട രീതിയിൽ ചെല്ലാതെ പുറമെ എന്തൊക്കെ ക്രീം ഇട്ടാലും ലോഷൻസ് ഇട്ടാലും അതിനൊന്നും ഒരു പ്രയോജനവുമില്ല. ചിലതൊക്കെ കുറച്ച് സമയത്തേക്ക് ഗുണം കിട്ടിയേക്കാം, പക്ഷേ ശങ്കരൻ എഗെയിൻ ഓൺ കോക്കനട്ട് ട്രീ, ഇത് തന്നെയാവും അവസ്ഥ. ഈ ശരീര സൗന്ദര്യം, മുഖസൗന്ദര്യം എന്നൊക്കെ പറയുന്നത് കൂടുതലും നമ്മുടെ ആഹാരത്തിൽ, അതായത് 85% ആഹാരത്തിൽ ഡിപ്പെൻഡാണ്. അതുകൊണ്ട് വിവാഹപ്രായം എത്തിയവരൊക്കെ, അതായത് കോളേജ് കുട്ടികളൊക്കെ, ഞാൻ ഈ പറയുന്നത് ഇപ്പോഴേ ശീലിച്ചു തുടങ്ങുക. അനാവശ്യമായി മുഖത്ത് പരീക്ഷണങ്ങൾ നടത്താതെ ഇരിക്കുക. അതായത് നമ്മുടെ മുഖത്തെ ടിഷ്യൂ സോഫ്റ്റാണ്, മുഖത്ത് പായ്ക്കുകളൊക്കെ ഇടാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പലരുടെയും തെറ്റിദ്ധാരണയാണ് പതയും മണവും കൂടുതലുള്ള പ്രോഡക്റ്റാണ് ഏറ്റവും ഗുണം കൂടുതൽ ഉള്ളതെന്ന്. അതായത് സോപ്പ്, ഷാംപൂ, ഫേസ് വാഷ് എക്സെട്ര. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെയുള്ളത് കൂടുതൽ കെമിക്കൽ ചേർന്നതാണ്. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതെ മൈൽഡായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. ഈ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നുവെങ്കിൽ മൈൽഡായിട്ടുള്ളത് ഉപയോഗിക്കുക. ഇതൊന്നുമല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പയർപ്പൊടി അല്ലെങ്കിൽ കടലമാവ്. ഇത് സെപ്പറേറ്റായോ അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തോ ഉപയോഗിക്കാം. ഇത് ഡെയിലി ഉപയോഗിച്ചാൽ വേറെ ഒരു പായ്ക്ക് മുഖത്ത് ഇടേണ്ട ആവശ്യവും വരില്ല. മുഖം നല്ല മിനുസമുള്ളതാകും, നല്ല സോഫ്റ്റ് ആകും. ഇത് ഉപയോഗിക്കുന്നവർ പലരും എൻ്റെ വ്യൂവേഴ്സ് ലിസ്റ്റിലുണ്ട്, അവർക്കിതറിയാം, ഞാനും ഉപയോഗിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ഡെയിലി മുഖത്ത് ഓരോന്ന് പരീക്ഷിക്കാതെ ഇരിക്കുക. നമ്മുടെ മുഖത്ത് ടിഷ്യൂസ് വളരെ സോഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കണ്ണിൽ കണ്ടതെല്ലാം ഇട്ട് അത് ഉരച്ച് തേച്ച് എന്തിനാ വെറുതെ മുഖത്തെ ഉള്ള ഗ്ലോ കൂടി കളയുന്നത്. പ്രത്യേകിച്ച് സ്ക്രബ്, അത് യാതൊരു കാരണവശാലും ഡെയിലി ഉപയോഗിക്കരുത്. സ്ക്രബ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ അല്ലെങ്കിൽ ഡെഡ് സെൽസ് മാറ്റാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഡെഡ് സ്കിൻ അല്ലെങ്കിൽ ഡെഡ് സെൽ അത്രയ്ക്കും വേണ്ടി ഉണ്ടോ? സോ ഇതൊക്കെ തെറ്റാണ്.
ആഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിൽ സ്ക്രബ് ഇടാം, അത് മതി. ഇതൊക്കെ ഇടുമ്പോൾ മുഖം മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ മുഖത്തിന് ഒരു കളർ, കഴുത്തിന് മറ്റൊരു കളർ, അത് ബോറായി പോവും. പലരുമുണ്ട് ഓൺസിനെ വീക്ക് പാർലറിൽ പോയി എന്തൊക്കെയോ മുഖത്ത് ചെയ്യും. ഇത് മുഖത്തിന് കേടാണെന്ന് പാർലറുകാരൊട്ട് പറയത്തുമില്ല. അവർക്ക് പൈസയാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എന്തേലും ഹോം റെമഡീസ് തന്നെ മുഖത്തിട്ടാലും ഡെയിലി ഇടണ്ട, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇട്ടാൽ മതി. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഡെയിലി 2-3 ടിപ്പൊക്കെ മുഖത്ത് ചെയ്യാമോ? എൻ്റെ ദൈവമേ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരൊറ്റ ദിവസം കൊണ്ടല്ലെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ട് ഇങ്ങനെയൊന്നും നമ്മുടെ മുഖം കളർ വെക്കില്ല, അല്ലെങ്കിൽ പാടുകൾ മാറില്ല. ഇത്രയും നാളായി നമ്മുടെ സ്കിന്നിന് വേണ്ട കെയർ കൊടുക്കാതെ നടന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് ശരിയാണോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ? അതുപോലെ സെയിം ആണ് മുടിയും. ഒരു തെറ്റിദ്ധാരണയാണ് കൂടുതൽ പതയും മണമൊക്കെയുള്ള ഷാമ്പൂ ആണ് നല്ലത്, അതിനാണ് ഗുണം കൂടുതലെന്നൊക്കെ. അതും തെറ്റാ. അങ്ങനെയുള്ളതിൽ കെമിക്കൽ കൂടുതൽ കാണും. അതുകൊണ്ട് മൈൽഡായിട്ടുള്ള ഹെർബൽ ഷാമ്പൂ ഉപയോഗിക്കാം. ഒരു കാരണവശാലും പരസ്യത്തിൽ കാണുന്ന ഷാമ്പൂസ് മാറി മാറി ഉപയോഗിക്കാതെ ഇരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ മുടിക്ക് സ്യൂട്ടായി തോന്നുന്നു എന്നത് കണ്ടിന്യൂ ചെയ്യുക. ഈ പരസ്യത്തിലൊക്കെ മുടി ഒഴുകി സിൽക്കിയായി കിടക്കുന്നത് അതൊരു പക്ഷേ വിഗായിരിക്കാം, നമുക്കറിയില്ല. അതുപോലെ നമ്മുടെ മുടിയും ആകണമെന്ന് പറഞ്ഞ് അതെല്ലാം വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങും. ഇതൊക്കെ തെറ്റാ. അതുപോലെ യാതൊരു കാരണവശാലും മറ്റ് കെമിക്കൽസ് ഒന്നും മുടിയിൽ ഇടാതെ ഇരിക്കുക. ഗ്ലോ ആക്കാൻ ജെൽ, ഒതുങ്ങിയിരിക്കാൻ ജെൽ, ഇതൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ മുടി കൊഴിച്ചിലിന് പരിഹാരം തേടി നടക്കുന്നത്. അതുപോലെ ആൺകുട്ടികൾ സിനിമയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽ മുടിക്ക് പച്ച കളർ അല്ലെങ്കിൽ മെറൂൺ കളർ, അത് കണ്ട് ഈ പിള്ളേരും ചെയ്യും. ഇവരൊക്കെ ഒരു പക്ഷേ വിഗായിരിക്കാം ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങളത് ഒറിജിനലായി നിങ്ങളുടെ മുടിയിൽ പരീക്ഷിക്കുമ്പോൾ ആർക്കാ നഷ്ടം? ആൺകുട്ടികൾ മാത്രമല്ല, ഇവിടെ ബോംബെയിൽ പെൺകുട്ടികളൊക്കെ തലയിൽ കളർ അടിച്ചു വെച്ചേക്കുന്ന കണ്ടാൽ അത് അവർക്ക് തന്നെ അറിയാമോ സംശയം ഏതാ കളറെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. കുറെ കഴിയുമ്പോൾ ആണ് ഉള്ള മുടി കൂടി പോയി മൊട്ടയായി നടക്കും. പിന്നെ അതിൻ്റെ പരിഹാരം തേടി നടക്കും. ഈ ഷാമ്പൂവിന് പകരം നാട്ടിലുള്ളവരാണെങ്കിൽ നമ്മുടെ താളി തന്നെയാണ് ഏറ്റവും നല്ലത്. ചെമ്പരത്തി താളി ഏറ്റവും ബെസ്റ്റാണ്. ഇതിൽ നെല്ലിക്ക കൂടി ആഡ് ചെയ്താൽ മുടിയും വളരും, ഗ്ലോയും കിട്ടും. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. പിന്നെയുള്ള ഒരു പ്രധാന കാരണമാണ് താരൻ. ഇതെല്ലാവരുടെയും പ്രശ്നമാണ്. നിങ്ങളുടെ തലയിൽ താരൻ കൂടുതലുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക. തലയിൽ എണ്ണ തേച്ചിട്ട് അത് നല്ലതുപോലെ കഴുകി കളഞ്ഞില്ല എങ്കിൽ അവരുടെ തലയിൽ താരൻ കൂടാൻ ചാൻസ് കൂടുതലാണ്. തലയോട്ടിയിൽ എണ്ണമെഴുകിരുന്ന് അത് ഫംഗസായി മാറും. ഇത് മാത്രമാണ് താരൻ വരാൻ കാരണമെന്നല്ല ഞാൻ പറയുന്നത്. ദർ ഇസ് എ പോസിബിലിറ്റി, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് എണ്ണ തേക്കുമ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം കഴുകിക്കളയുക. ഷാമ്പു ഇടുന്നുവെങ്കിൽ ലേശം ഷാമ്പു എടുത്ത് കഴുകിക്കളയുക. അപ്പോൾ തലയിൽ മെഴുകും കാണില്ല, ധാരാളം ഷാമ്പു ഇട്ട് മുടി കേടായി എന്നുള്ള പരാതിയുമില്ല. പിന്നെ മുടി നല്ലതുപോലെ തോർത്തി വെള്ളം കളയാതെ പുറത്ത് ജോലിക്കൊക്കെ പോകുമ്പോൾ നനവുള്ളത് കൊണ്ട് പുറത്തെ പൊടിപടലങ്ങൾ തലയിൽ പെട്ടെന്ന് പിടിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതും താരനും ഫംഗസിനും കാരണമാകുന്നുണ്ട്. ഇതും ശ്രദ്ധിക്കുക. മുഖം മാത്രമല്ല, കാൽപാദങ്ങൾ, നഖങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരാളെ കണ്ടാൽ ആദ്യം നോക്കുന്നത് കാലും കയ്യും അതിൻ്റെ നഖങ്ങളും ഒക്കെയാണ്. കാരണം ഇത് രണ്ടും കണ്ടാൽ ഒരു വ്യക്തിയുടെ വൃത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഖത്തിന് എത്രയും ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നോ അതുപോലെ തന്നെ കാലുകൾക്കും പ്രാധാന്യം കൊടുത്ത് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ ഭൂരിഭാഗം വ്യൂവേഴ്സും ഞാനിട്ട പല വീഡിയോസും കണ്ടിട്ടുള്ളവരാണ്. അറിയാത്തവർക്കായി പറയുന്നു, ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും വേണ്ടിയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ കെയർ ചെയ്യാം, ശരീരത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് കാരണമാണോ, മുടി വളരാനുള്ള എണ്ണ, ഒഴിച്ചിൽ തടയാൻ എന്ത് ചെയ്യണം, കാലുകൾ വൃത്തിയാക്കാൻ, കൈകൾ വൃത്തിയാക്കാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെമഡീസ്, ടിപ്സ്, കാൽവിണ്ട് കീറുന്നത് തടയാൻ, താരണം മാറാൻ, ഇങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ഞാൻ ഈ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വീഡിയോസിൻ്റെ ലിങ്കുകൾ ഇടാം. അതുകൊണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാവും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മൾ ശരീരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അകത്തോട്ട് ആഹാരമായി എന്ത് ചെന്നാലാണ് നമ്മുടെ സ്കിന്നിന് കളർ കിട്ടുന്നത്, ഗ്ലോ ആകുന്നത്, സോഫ്റ്റ് ആകുന്നത്, മുടി വളരുന്നത്, മുടി കൊഴിച്ചിലില്ലാതാകുന്നത്, അതുപോലെ കറുത്ത പാടുകൾ വരാതെ ഇരിക്കുന്നത്, തൊലിയിലെ ചുളിവുകൾ ഇല്ലാതാകുന്നത് എന്നൊക്കെയാണ് ഇനി പറയുന്നത്. സ്വീറ്റ്സ്, എണ്ണയുള്ള ആഹാരങ്ങൾ, അതേപോലെ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ, ഇതൊക്കെ കഴിവതും ഒഴിവാക്കുക. ഇത് നമ്മുടെ സ്കിന്നിനെ പല രീതിയിലും ബാധിക്കുന്നതാണ്. ഓവറായി നോൺ വെജ് കഴിക്കാതെ ഇരിക്കുക.
ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്. ഈ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ്, പോത്തിറച്ചി ഒക്കെ ഇതിൽ പെടും. എന്ന് വെച്ച് ഫുൾ നിർത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇടയ്ക്കൊക്കെ കഴിക്കാം. പക്ഷെ ചിലരില്ലേ ഇതൊരു കൺട്രോളും ഇല്ലാതെ കഴിക്കുന്നത്, അത് ശരീരത്തിനെയും സൗന്ദര്യത്തെയും ബാധിക്കും. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ തന്നെയാണ്. നോൺ വെജ് അതുപോലെ വറുത്തതോ പൊരിച്ചതോ ഒക്കെ കഴിക്കാം ഇടയ്ക്കൊക്കെ, വളരെ മിതമായ രീതിയിൽ. ചെറിയ മീനുകൾ ധാരാളം കഴിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എരി, പുളി അതുപോലെ സ്പൈസി ഫുഡ് ഇതും ഒഴിവാക്കുക. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എൻ്റെ എല്ലാ ബ്യൂട്ടി വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. 4 ലിറ്റർ മസ്റ്റ്. ചൂട് സമയത്താണെങ്കിൽ അതിൽ കൂടുതൽ കുടിക്കാം. ജോലിക്ക് പോകുന്നവരായാലും കോളേജ് സ്റ്റുഡൻസ് ആയാലും എങ്ങനെയെങ്കിലും 4 ലിറ്റർ വെള്ളം കുടിച്ചേ പറ്റൂ. ഇത്തരത്തിൽ വെള്ളം മാത്രം കുടിച്ച് 1-2 മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ സ്കിന്നിൽ വരുന്ന മാറ്റം കാണാൻ സാധിക്കും. പലരുടെയും സ്കിൻ വരണ്ട് ഡ്രൈ ആയി ചുളിഞ്ഞിരിക്കുന്നതിനൊക്കെ കാരണം, അതുപോലെ കാൽപാദങ്ങൾ ഡ്രൈ ആയി വിണ്ട് കീറുന്നതിനും സ്കിൻ ചൊറിച്ചിൽ, ഫംഗസ് ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണം ഈ വെള്ളം കുടിക്കാത്തതാണ്. ഈ വെള്ളം കുടിക്കാതെ ഇതൊക്കെ മാറ്റാൻ എത്രയൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും എത്രയൊക്കെ ക്രീമുകൾ ഇട്ടാലും ഒരു ഗുണവും ഇല്ല. ഏറ്റവും വലിയ മെഡിസിൻ നമ്മുടെ വെള്ളം തന്നെയാണ്. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ഇതിൽ ഏറ്റവും ബെസ്റ്റാണ് മാതള നാരങ്ങ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഇതും. പിന്നെ ഓമയ്ക്ക, അതായത് പപ്പായ, പേരയ്ക്ക ഇതൊക്കെ നല്ലതാണ്. ഇത് മാത്രമല്ല, സീസണൽ ഫ്രൂട്ട് ഏത് കിട്ടിയാലും ദിവസം ഏതെങ്കിലും ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ജ്യൂസായി കുടിക്കുക. ഈ ജ്യൂസ് എന്ന് പറഞ്ഞത് ദയവായിട്ട് ടിൻ ജ്യൂസ് അല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രഷ് ജ്യൂസ്. അതിൽ പഞ്ചസാര ഇടരുത്. ഒറിജിനൽ ജ്യൂസായി തന്നെ വേണം കുടിക്കാൻ. പിന്നെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഏത്തയ്ക്ക, മാങ്ങ, ചിക്കു ഇവ ഒഴിവാക്കുക. ഇതിൽ ഷുഗർ കണ്ടന്റും പിന്നെ കാലറിയും കൂടുതലാണ്. ഒരു നേരമെങ്കിലും പാട മാറ്റിയ പാൽ, ഇത് മുടിക്കും സ്കിന്നിനും ഏറ്റവും ബെസ്റ്റാണ്. മുടിക്ക് കാൽസ്യം വളരെ അത്യാവശ്യമാണ്. വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ചീര ഇതൊക്കെ ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ഇതങ്ങനെ തന്നെ സെപ്പറേറ്റ് കഴിക്കാൻ പറ്റില്ല എങ്കിൽ സാലഡായി കഴിക്കാം. എല്ലാ വെജിറ്റബിൾസും കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കഴിക്കാതെ പുറമെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് പെർമനൻ്റ് ഗുണം കിട്ടില്ല. അപ്പോൾ വിവാഹമാണെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ഒരു 4-5 മാസത്തിൽ കൂടുതലൊക്കെ നിങ്ങളുടെ വിവാഹത്തിനുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ കല്യാണ സമയമാവുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ സുന്ദരികളും സുന്ദരന്മാരുമായി എൻ്റെ എല്ലാ അനിയത്തിമാരെയും അനിയന്മാരെയും കാണാൻ സാധിക്കും. അവർക്ക് മാത്രമല്ല, എല്ലാവരും ഇത് ശീലിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഡെയിലി റുട്ടീൻ ഒരു സ്പെഷ്യൽ വീഡിയോ തയ്യാറാക്കി കൂടെയെന്ന്. ടോപ്പിക്ക് വലുതായതുകൊണ്ട് ഞാൻ മടി പിടിച്ചിരുന്നതാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും കുക്കിങ്ങോ ബ്യൂട്ടി ടിപ്പോ കിച്ചൺ ടിപ്പോ ഒക്കെയായി ഞാൻ വീണ്ടും വരാം. ചിൽഡ്രൻ ബൈ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.